ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ 67-ാമത്തെ ഭാഗം, അതായത് ചതുർത്ഥ സ്കന്ധം ആരംഭിക്കാം. തൃതീയ സ്കന്ധമാണ് ഇതുവരെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ചതുർത്ഥ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായം, അതായത് നരനാരായണ മഹർഷിമാരുടെ അവതാരത്തിലേക്ക് നയിക്കുന്ന ആ പരമ്പരയെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് വിശദീകരിക്കുവാനുള്ളത്. ഈ ചതുർത്ഥ സ്കന്ധത്തിൽ നമ്മുടെ ഈ ബ്രഹ്മദേവനിൽ നിന്ന് ആദ്യമായിട്ടുണ്ടായ പ്രജാപതി, ആ പ്രജകൾ ഉണ്ടാകുകയും ആ പ്രജകൾക്ക് അധിപനായിട്ടുള്ളവരാണ് പ്രജാപതികൾ. അതായത് ഭൂമിയിൽ ആദ്യമായിട്ട് മാനവരാശിയെ സൃഷ്ടിച്ച പ്രജകളെ ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ആ വംശപരമ്പരയാണ് ഓരോരുത്തരുടെയും ഓരോ പ്രശസ്തരായിട്ട് നാം അറിയപ്പെടുന്ന മഹർഷിമാരുടെയും അവരുടെ ഭാര്യമാരുടെയും ഒക്കെ ജനനത്തെക്കുറിച്ചാണ്. അതിലൂടെ നരനാരായണന്മാരുണ്ടായതിലേക്ക് വന്ന് എത്തി നിൽക്കുന്ന ഭാഗമാണ് നാം ഇന്ന് അവതരിപ്പിക്കുന്നത്. ശ്രദ്ധയോടെ ആ പരമ്പരയെ കേൾക്കുക. അപ്പോൾ മൈത്രേയ മഹർഷി വിതുരനോട് പറയുകയാണ്. മൈത്രേയ മഹർഷിയും വിതുരനും തമ്മിലുള്ള സംവാദമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം ചർച്ച ചെയ്തു വന്നിരുന്നത്. അപ്പോൾ വിതുരനോട് പറയുകയാണ്, സ്വയംഭൂവ മനുവിന് ശതരൂപ എന്ന പത്നിയിൽ ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്ന 3 പുത്രിമാരും പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നീ 2 പുത്രന്മാരും ഉണ്ടായി. അത് നമ്മൾ നേരത്തെ അത് വിവരിച്ചതായിരുന്നു. മൈത്രേയ മഹർഷിയും വിതുരനും തമ്മിലുള്ള സംവാദത്തിൽ സ്വയംഭൂവ മനുവും ശതരൂപയുമാണ് ഭൂമിയിൽ ബ്രഹ്മദേവൻ സൃഷ്ടിച്ച സ്ത്രീ പുരുഷന്മാരാദ്യമായി. ബ്രഹ്മദേവന്റെ ശരീരത്തെ കായമെന്നു പേരുള്ള 2 ഭാഗങ്ങളായി വിഭജിക്കുകയും അതൊരു സ്ത്രീയും ഒരു പുരുഷനുമാവുകയും ചെയ്തതിന് ശേഷമാണ് പ്രജകൾ വർദ്ധിച്ചു വന്നത്. അതിനു മുമ്പ് 9 മഹർഷിമാരെ, സനകാദികളെ തുടങ്ങിയ 9 മഹർഷീശ്വരന്മാരെ ബ്രഹ്മദേവൻ തൻ്റെ സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കുന്നതിനെയാണ് പുത്രിമാരെന്നൊക്കെ പറയുന്നത്. അങ്ങനെ മാനസപുത്രിയാണ് സരസ്വതി ദേവി. മാനസപുത്രന്മാരാണ് സനകാദികളെ തുടങ്ങി 9 പേര്. അവരെയൊക്കെ സൃഷ്ടിച്ചെങ്കിലും അവരിൽ നിന്ന് പ്രജകളെ ഉണ്ടായില്ല, വംശവർധന ഉണ്ടായില്ല. അപ്പോൾ തന്നെ സൃഷ്ടിച്ച ഭഗവാൻ, പ്രപഞ്ചനാഥനായ ബ്രഹ്മചൈതന്യം തന്നെ പ്രജകളെ വർദ്ധിപ്പിക്കുവാൻ, പ്രകൃതിയിൽ ഈ ഭൂമിയിൽ വംശവർധന ഉണ്ടാകാൻ വേണ്ടി പ്രപഞ്ചത്തിലെ വംശത്തെ വർദ്ധിപ്പിക്കുക എന്ന രജോ ഗുണ കർമ്മത്തോടുകൂടി തന്നെ സൃഷ്ടിച്ചിട്ടും തനിക്കതിന് കഴിയുന്നില്ലല്ലോ എന്ന വിഷമത്തിലാണ് ബ്രഹ്മദേവൻ തൻ്റെ ശരീരത്തെ 2ആയി പകുക്കുകയും അതൊരു സ്ത്രീയും പുരുഷനുമാക്കി മാറ്റുകയും ചെയ്തതിന് ശേഷമുണ്ടായ ആദ്യത്തെ സ്ത്രീ പുരുഷന്മാരായിരുന്നു സ്വയംഭൂവ മനുവും ശതരൂപയും. അവരുടെ 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളെ കുറിച്ചുമാണ് നമ്മൾ മുൻപ് വിവരിച്ചു വന്നിരുന്നത്. അവരുടെ 3 പെൺകുട്ടികളായിരുന്നു ആകൂതി, ദേവഹൂതി, പ്രസൂതി. 2 പുത്രന്മാരാണ് പ്രിയവ്രതനും ഉത്താനപാദനും. ഇവരെക്കുറിച്ച് നമ്മൾ മുൻപും വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ദേവഹൂതിയെ വിവാഹം കഴിച്ചത് കർദമ പ്രജാപതിയായിരുന്നു, ആ മഹർഷിയായിരുന്നു. ആ പ്രജാപതി എന്ന് വെച്ചാൽ അനേകം പ്രജകളെ ഇവരിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ടാണ് പ്രജാപതികളെന്ന് പറയുന്നത്. ദക്ഷ പ്രജാപതി, കർദമ പ്രജാപതി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അവരിൽ നിന്നാണ് പിന്നീടുള്ള പരമ്പരകൾ, നാം ഉൾപ്പെടുന്ന പരമ്പരകൾ ഉണ്ടായത്. അപ്പോൾ ദേവഹൂതിയുടെയും കർദമ പ്രജാപതിയുടെയും മക്കളായിരുന്നു 9 പെൺകുട്ടികളെ കുറിച്ചും 1 മകൻ കപില വാസുദേവനെ കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ഒരുപാട് അധ്യായങ്ങളിൽ വിവരിച്ചിരുന്നത്. അങ്ങനെ ദേവഹൂതിക്ക് തൻ്റെ മകനായ കപില വാസുദേവനായ ശ്രീമൻ നാരായണൻ മുമുക്ഷു ആകുവാനുള്ള, അതായത് ജീവൻ മുക്തി നേടുവാനുള്ള അനുഷ്ഠാനങ്ങളെക്കുറിച്ചും എല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നു. തത്വോപദേശങ്ങൾ കൊടുക്കുന്നു. അമ്മ എങ്ങനെ ജീവൻ മുക്തയാകുന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയിരുന്നത്.
അപ്പോൾ ഇങ്ങനെ ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്നിങ്ങനെ മൂന്ന് പുത്രിമാരും പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്ന 2 പുത്രന്മാരും ഉണ്ടായി. സ്വയംഭൂവ മനുവിനും ശതരൂപയ്ക്കും. ഈ പരമ്പരകളുടെ തുടക്കം മുതൽ ശ്രദ്ധയോടെ കേൾക്കുക. ആകൂതിയെ പുത്രികാധർമ്മമനുസരിച്ച് രുചി പ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ദേവഹൂതിയും കർദമ പ്രജാപതിയുടെയും ചരിത്രമാണ് നമ്മൾ നേരത്തെ വിവരിച്ച് നിർത്തിയത്. ഇനിയും അടുത്ത മകളാണ് ആകൂതി. ആകൂതി എന്ന് പറയുന്ന ആ മകളെ, സുന്ദരിയായ മകളെ രുചി പ്രജാപതി. ആ രുചി പ്രജാപതിക്കും ആകൂതിക്കും പിന്നീട് ധാരാളം സന്തതികൾ ഉണ്ടായതുകൊണ്ടാണ് രുചി മഹർഷിയെ പ്രജാപതി എന്ന് പറയുന്നത്. അപ്പോൾ രുചി പ്രജാപതിക്കും വിവാഹം ചെയ്തു കൊടുത്തു. അത് പുത്രികാധർമ്മം അനുസരിച്ചാണ് വിവാഹം ചെയ്തു കൊടുത്തത്. പുത്രികാധർമ്മം എന്ന് പറഞ്ഞാൽ ഈ മകളിൽ ജനിക്കുന്ന ആദ്യത്തെ പുത്രനെ തനിക്ക് പുത്രനായി തരണമെന്ന വ്യവസ്ഥയാണ് പുത്രികാധർമ്മം. അതായത് അച്ഛനും അമ്മയ്ക്കും വീണ്ടും ഈ മകളിലുണ്ടാകുന്ന ആദ്യത്തെ മകനെ തിരിച്ചു കൊടുക്കണമെന്ന്. അതാണ് ആ ഒരു ധർമ്മത്തിലൂടെയാണ് വിവാഹം ചെയ്ത് രുചി പ്രജാപതിക്ക് കൊടുത്തത്. അങ്ങനെ ആകൂതിയിൽ രുചി പ്രജാപതിക്ക് ഒരു മകനും ഒരു മകളും ഇരട്ടയായി ജനിച്ചു. മകൻ വിഷ്ണുവിൻ്റെയും മകൾ ലക്ഷ്മി ദേവിയുടെയും അംശാവതാരമായിരുന്നു. അവരുടെ പേരുകൾ യജ്ഞൻ എന്നും ദക്ഷിണ എന്നുമായിരുന്നു. യജ്ഞനെ വ്യവസ്ഥയനുസരിച്ച് സ്വയംഭൂ മനുവിന് തന്നെ കൊടുത്തു, അതായത് അച്ഛന് തന്നെ കൊടുത്തു. ദക്ഷിണയെ രുചി പ്രജാപതി മകളായി വളർത്തി വന്നു. അവൾ യൗവനയുക്തയായി തീർന്നപ്പോൾ തന്നിൽ അനുരക്തനായ ദക്ഷിണയെ യജ്ഞൻ എന്നയാൾ വിവാഹം ചെയ്തു. അങ്ങനെ യജ്ഞനും ദക്ഷിണയ്ക്കും 12 പുത്രന്മാരുണ്ടായി. അവരുടെ പേരാണ് തോഷൻ, പ്രദോഷൻ, സന്തോഷൻ, ഭദ്രൻ, ശാന്തി, ഇടസ്പതി, ഇധമൻ, കവി, വിഭു, സ്വഹ്നൻ, സുദേവൻ, രോചനൻ എന്നിവരായിരുന്നു ആ 12 പേരുകൾ. ഈ പേരുകളൊക്കെ ശ്രദ്ധിച്ചിരിക്കുക, ശ്രദ്ധയോടെ കേൾക്കുക. ഇവരിൽ നിന്നാണ് പിന്നീട് മഹർഷീശ്വരന്മാരും മക്കളുമൊക്കെ ഉണ്ടാകുന്നത്. പിന്നീട് വരുന്ന തലമുറ പരമ്പരകളെല്ലാം ഇവരിൽ നിന്നൊക്കെ ഉണ്ടായവരാണ്. സ്വയംഭൂ മന്വന്തരത്തിലെ ദേവൻ, മന്വന്തരത്തിൻ്റെ അധിപനായിരുന്നു സ്വയംഭൂവ്. ആ മന്വന്തരത്തിലെ ദേവന്മാരായി തീർന്നു ഈ 12 മക്കളും. യജ്ഞൻ തന്നെ ആ മന്വന്തരത്തിലെ ഇന്ദ്രനായി തീരുകയും ചെയ്തു. പ്രിയവ്രതനും ഉത്താനപാദനും മനുവിൻ്റെ പുത്രന്മാരായിരുന്നു. സ്വയംഭൂ മനുവിൻ്റെ ആൺകുട്ടികളായിരുന്നു. പെൺകുട്ടികളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. പെൺകുട്ടികളെ വിവാഹം ചെയ്തത് ആകൂതിയെ ആ പുത്രികാധർമ്മമനുസരിച്ച് രുചി പ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ആ രുചി പ്രജാപതിക്ക് ഒരു മകനുണ്ടായി. ആ മകനെ തിരിച്ച് ആ പുത്രികാധർമ്മത്തിൻ്റെ പേരിൽ സ്വയംഭൂവ മനുവിന് തന്നെ കൊടുത്തു. മകൾ ആണ് ലക്ഷ്മി ദേവിയുടെ അംശമായ ദക്ഷിണയെ വിവാഹം കഴിച്ചത് യജ്ഞൻ എന്ന മറ്റൊരാളായിരുന്നു. അപ്പോൾ ആ ദക്ഷിണയ്ക്കും യജ്ഞനുമുണ്ടായ മക്കളാണ് ഈ 12 പേരുടെ പേര് ഞാൻ പറഞ്ഞത്. ഇവരൊക്കെയാണ് പിന്നീട് ആ സ്വയംഭൂ മന്വന്തരത്തിലെ ദേവന്മാരായി മാറുകയും യജ്ഞൻ എന്ന് പറയുന്ന ആ മരുമകൻ, സ്വയംഭൂ മനുവിൻ്റെ മകളെ വിവാഹം കഴിച്ച, ആകൂതിയെ വിവാഹം കഴിച്ച യജ്ഞൻ ആ മന്വന്തരത്തിലെ ഇന്ദ്രനുമായി തീർന്നു. ഇപ്പോൾ ഈ സ്വയംഭൂ മനുവിന് 2 ആൺകുട്ടികളുണ്ട്. അവരുടെ ചരിത്രങ്ങൾ നമ്മൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. 3 പെൺമക്കളിൽ ഇപ്പോൾ 2 പേരുടെ പേര് പറഞ്ഞു, ദേവഹൂതിയുടെയും ആകൂതിയുടെയും. ആകൂതിക്കും രുചി പ്രജാപതിക്കും ഉണ്ടായ മകളാണ് ദക്ഷിണയ്ക്ക് യജ്ഞനിലുണ്ടായ മക്കളാണ് ഈ 12 പേര്. മകനെ തിരിച്ച് വീണ്ടും ആർക്ക് കൊടുത്തു? സ്വയംഭൂ മനുവിന് തന്നെ കൊടുത്തു, ഒരു മകൻ ഉണ്ടായതിനെ. അപ്പോൾ ഇത്രയും ഭാഗം വളരെ ക്ലിയറായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അവരുടെ പൗത്ര പരമ്പരയിലൂടെ, അതായത് പ്രിയവ്രതനും ഉത്താനപാദനും മനുവിൻ്റെ പുത്രന്മാരായിരുന്നു. അവരുടെ പൗത്ര പരമ്പരയിലൂടെയാണ് മനുവംശം അഭിവൃദ്ധി പ്രാപിച്ച് മുന്നോട്ട് വന്നത്. ദേവഹൂതിയെ കർദമ പ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്ത കാര്യം ആദ്യമേ പറഞ്ഞുവല്ലോ.
ബ്രഹ്മദേവന്റെ പുത്രനായ ദക്ഷനാണ് ഇനി മൂന്നാമത്തെ മകളായ ഈ പ്രസൂതിയെ വിവാഹം കഴിച്ചത്. ദേവഹൂതി, ആകൂതി, പ്രസൂതി. അതിലെ പ്രസൂതി എന്ന മൂന്നാമത്തെ മകളെ, സ്വയംഭൂ മനുവിന്റെ മൂന്നാമത്തെ മകളെ ദക്ഷനാണ് വിവാഹം ചെയ്തു കൊടുത്തത്. അങ്ങനെ പ്രസൂതിക്കും ദക്ഷനും കൂടി ഉണ്ടായ പരമ്പരകളാണ് ഇതിലൂടെയാണ് ദക്ഷൻ പ്രജാപതി, പ്രജകളുടെയൊക്കെ പതിയായി മാറിയത്. അങ്ങനെ പ്രസൂതിയിലൂടെ പ്രജാസൃഷ്ടി വളർന്ന് 3 ലോകങ്ങളിലും ധാരാളം പ്രജകളെ ബ്രഹ്മദേവന് തന്റെ മക്കളിലൂടെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു. ദേവഹൂതിക്ക് 9 പെൺകുട്ടികളും 10ാമതായി കപില ഭഗവാൻ എന്ന ആൺകുട്ടിയുമാണ് ഉണ്ടായതെന്ന് മുൻ അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചായിരുന്നു. ആ പെൺകുട്ടികളെ 9 മഹർഷിമാർക്കാണല്ലോ വിവാഹം ചെയ്തു കൊടുത്തത്. അവരുടെയൊക്കെ പേരുകളും നമ്മൾ ആ അധ്യായങ്ങളിലൊക്കെ വ്യക്തമായി പഠിച്ചിരുന്നു, വിവരിച്ചിരുന്നു. അവരുടെ ആ 9 സുന്ദരിമാരായ കന്യകമാർക്ക് 9 മഹർഷിമാരെയാണ് വിവാഹം ചെയ്തു കൊടുക്കേണ്ടതെന്ന് അന്ന് ബ്രഹ്മദേവൻ പറയുകയുണ്ടായി. അവരെ വിവാഹം ചെയ്തു കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കപില ഭഗവാൻ അവർക്ക് മകനായി ജനിച്ചത്. അപ്പോൾ ആ പെൺകുട്ടികളുടെ സന്തതി പരമ്പരയെക്കുറിച്ചാണ് ഇനിയും പറയുന്നത്. അതായത് കർദമന്റെയും ദേവഹൂതിയുടെയും 9 സുന്ദരിമാരായ കന്യകമാർക്ക് അവരുടെ ആ 9 മഹർഷീശ്വരന്മാരാണ് അവരെ വിവാഹം ചെയ്തത്. അവരിലൂടെ ഉണ്ടായ പരമ്പരകളെ കുറിച്ചാണ് നമ്മൾ ഇനിയും പഠിക്കുന്നത്, പറയുന്നത്, വിവരിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ കർദമ പ്രജാപതിയുടെ മകളായ കല, അതാണ് മൂത്ത മകള്. കലയാണ് മരീചി മഹർഷിയുടെ പത്നി. മരീചി മഹർഷിയുടെ പത്നിയായി വന്നത് ഈ കർദമന്റെ മകളായ കലയാണ്. അവർക്ക് കശ്യപൻ എന്ന മകനും പൂർണിമ എന്ന പുത്രിയും ഉണ്ടായി. കശ്യപ മഹർഷിയെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ്. വിരജനെയും വിശ്വകനെയും ദേവകുല്യ എന്ന കന്യകയെയും ഈ കശ്യപനും പൂർണിമയും 2 മക്കൾ ഉണ്ടായതിൽ പൂർണിമയാണ് ആ പെൺകുട്ടിയുടെ മക്കളാണ് വിരജൻ, വിശ്വകൻ, ദേവകുല്യ എന്ന വിരജനും വിശ്വകനും 2 ആൺകുട്ടികളും ദേവകുല്യ എന്ന കന്യകയെയും പൂർണിമ പ്രസവിച്ചു. പൂർണിമ ആരായിരുന്നു? കലയുടെയും മരീചി മഹർഷിയുടെയും മകള്. ആ മകളെ വിവാഹം കഴിച്ചത് കശ്യപനായിരുന്നു. കശ്യപനും പൂർണിമയ്ക്കും ഉണ്ടായ 2 ആൺകുട്ടികളും 1 മകളുമാണ് ഉണ്ടായത്. അതിൽ ദേവകുല്യ എന്ന മകളാണ് പിന്നീട് വിഷ്ണു ഭഗവാന്റെ പാദതീർത്ഥമാകുന്ന ആ ഗംഗയായി തീർന്നത്. ഇപ്പോൾ ഏകദേശം ഒരേ കാര്യങ്ങൾ മനസ്സിലായി വരുന്നില്ലേ? ഗംഗാദേവിയായി പിന്നീട് പിൽക്കാലത്ത് ഭഗവാന്റെ പാദതീർത്ഥമായി മാറിയത് ഈ ദേവകുല്യ എന്ന പെൺകുട്ടിയാണ്. ആ ദേവകുല്യ ആരുടെ മകളായിരുന്നു? കശ്യപന്റെ മരീചി മഹർഷിയുടെ പത്നിയായ മരീചിയുടെയും കലയുടെയും മകളായ പൂർണിമയുടെ മകളാണ് ദേവകുല്യ. ആ പൂർണിമയുടെ ഭർത്താവാണ് കശ്യപൻ. കശ്യപനും പൂർണിമയ്ക്കും 2 ആൺകുട്ടിയും 1 പെൺകുട്ടിയും ഉണ്ടായി. ആ പെൺകുട്ടിയാണ് ദേവകുല്യ. അവളാണ് പിന്നീട് ഗംഗാനദിയായി മാറിയത്. അപ്പോൾ ഈ മരീചി മഹർഷിയുടെയും ഭാര്യയായ കലയുടെയും ചരിത്രമാണ് നമ്മൾ പറയുന്നത്. അവർ ആരുടെ മക്കളായിരുന്നു? ഈ കല എന്ന് പറയുന്ന ആള് 9 സുന്ദരിമാരായ ദേവഹൂതിയുടെ പെൺകുട്ടികളിൽ ഒരുവളായിരുന്നു, മൂത്തവളായിരുന്നു കല. അതിനുശേഷം അത്രി മഹർഷിയാണ് രണ്ടാമത്തെ ഈ കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും 2ാമത്തെ മകളായ അനസൂയെ വിവാഹം കഴിച്ചത് അത്രി മഹർഷി. ആദ്യത്തെ മകളായിരുന്നു കലയെ വിവാഹം കഴിച്ചത് മരീചി. അത്രി മഹർഷി 2ാമത്തെ മകളായ അനസൂയെ വിവാഹം കഴിച്ചു. അവർക്ക് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ അംശഭൂതരായിട്ട് ചന്ദ്രഭഗവാന്, ദത്താത്രേയൻ, ദുർവാസാവ് എന്നീ 3 പുത്രന്മാരുണ്ടായി. ചന്ദ്രൻ, അതായത് സോമൻ, നമ്മൾ ആകാശത്ത് കാണുന്ന ചന്ദ്രഭഗവാനും ദത്താത്രേയനും ദുർവാസാവ് മഹർഷിയും ഒക്കെ ഉണ്ടായി. ഈ 2ാമത്തെ മകൾക്ക്, അതായത് അത്രി മഹർഷിയാണ് അനസൂയ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. അതിൽ ആ 2ാമത്തെ മകളായ അനസൂയയ്ക്കുണ്ടായ 3 മക്കളാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ അംശം. അതിലെ മഹേശ്വരന്റെ അംശമാണ് ദുർവാസാവ് മഹർഷി.
സൃഷ്ടിസ്ഥിതി സംഹാര കർത്താക്കളായ ഈ ത്രിമൂർത്തികൾ അത്രിയുടെയും അനസൂയയുടെയും പുത്രന്മാരായി ജനിക്കാൻ കാരണമെന്താണ് എന്ന് വിതുരൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കുമ്പോൾ മൈത്രേയ മഹർഷി മറുപടി പറയുകയാണ്. പ്രജാസൃഷ്ടി ചെയ്യാൻ ബ്രഹ്മദേവൻ പ്രേരിപ്പിച്ചതനുസരിച്ച് അത്രി മഹർഷി അനസൂയയോടൊന്നിച്ച് ഋക്ഷമെന്ന പർവ്വതത്തിൽ ചെന്ന് തീവ്രമായ തപസ്സനുഷ്ഠിച്ചു. അപ്പോൾ ഇവർക്കൊക്കെ ഈ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയൊക്കെ അംശമായിട്ടുള്ള മക്കളുമൊക്കെ ഉണ്ടാകാൻ കാരണം വെറുതെ ഇവർ വിവാഹശേഷം സന്താനോൽപാദനം നടത്തുകയായിരുന്നില്ല. അവർ 100 സംവത്സരമൊക്കെ പർവ്വതങ്ങളിലും വനാന്തരങ്ങളിലും ഒക്കെ പോയി സൽസന്താനങ്ങൾ, അതായത് ബ്രഹ്മദേവന്റെയും വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയൊക്കെ അംശങ്ങളെ മക്കളായി ലഭിക്കുവാൻ വേണ്ടി തപസ്സനുഷ്ഠിക്കുമായിരുന്നു. അപ്പോഴാണ് അങ്ങനെയൊക്കെയുള്ള അംശാവതാരങ്ങൾ അവരുടെ മക്കളായി ജനിക്കുന്നത്. ഇപ്പോഴാണെങ്കിലും ഈ തലമുറയിൽ, ഈ കലിയുഗത്തിൽ പോലും നമ്മൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ, സൽസന്താനങ്ങൾ ഉണ്ടാകുവാനുള്ള പ്രാർത്ഥനയോടുകൂടി, വ്രതാചരണത്തോടുകൂടി, ഭഗവത് സങ്കല്പത്തോടുകൂടി, അങ്ങനെയുള്ള ആ ഒരു ആചാരത്തോടുകൂടി, അനുഷ്ഠാനങ്ങളോടുകൂടി സന്തതികളെ വരവേൽക്കുകയാണെങ്കിൽ ഉറപ്പായും ശ്രേഷ്ഠ സന്താനങ്ങളെ തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഋക്ഷപർവ്വതത്തിൽ അത്രി മഹർഷിയും അനസൂയയും കൂടി തീവ്രമായ തപസ്സനുഷ്ഠിച്ചു. നിർവിന്ധ്യ നദിയുടെ തീരത്താണ് അത്രി മഹർഷി തപസ് ചെയ്തത്. പ്രാണായാമം കൊണ്ട് മനസ്സടക്കിയിട്ട് അദ്ദേഹം 100 സംവത്സര കാലമാണ് തപസ്സനുഷ്ഠിച്ചത്. ജഗദീശ്വരനായ ഭഗവാൻ അവിടുത്തോട് തുല്യനായ, ആ ജഗദീശ്വരനായ പരബ്രഹ്മ തേജസ്സായ ഭഗവാനോട് തുല്യനായ ഒരു പുത്രനെ തനിക്ക് തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു അത്രി മഹർഷിയുടെയും അനസൂയയുടെയും തപസ്. അദ്ദേഹത്തിന്റെ തപസ്സിന്റെ തീവ്രത കൊണ്ട് 3 ലോകങ്ങളും തപിക്കുവാൻ തുടങ്ങി. അതായത് 3 ലോകങ്ങളും ചൂട് ആകാൻ തുടങ്ങി. അതിനാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അത്രി മഹർഷിയുടെ മുൻപിൽ പ്രത്യക്ഷരായി. അത്രി വളരെ സന്തോഷത്തോടെ 3 ദേവശ്രേഷ്ഠന്മാരെയും കണ്ടു. ബ്രഹ്മാവ് അരയന്നത്തിലും ശിവൻ കാളപ്പുറത്തും വിഷ്ണു ഭഗവാൻ ഗരുഡന്റെ പുറത്തും ഇരുന്നു കൊണ്ടാണ് അത്രി മഹർഷിക്ക് ദർശനം അനുഗ്രഹിച്ചത്. അത്രി മഹർഷി ത്രിമൂർത്തികളെ നമസ്കരിച്ച് തൊഴുതുകൊണ്ട് സ്തുതിച്ചു. ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായി മായയുടെ 3 ഗുണങ്ങളിലൂടെ 3 സ്വരൂപം സ്വീകരിച്ച ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായ നിങ്ങളെ ഞാനിതാ നമസ്കരിക്കുന്നു. ഞാൻ ഒരു ദേവനെ ഉദ്ദേശിച്ചാണല്ലോ തപസ് ചെയ്തത്. അതായത് ഈ പരബ്രഹ്മ തേജസ്സായ ഭഗവാനെ ഉദ്ദേശിച്ചാണ് തപസ് ചെയ്തത്. അത് നിങ്ങളിൽ ആരാണ്? 3 പേരും എനിക്ക് ദർശനം തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാധാരണക്കാർക്ക് മനസ്സുകൊണ്ടുപോലും ചിന്തിക്കാൻ കഴിയാത്ത ദൂരത്തിൽ വിളങ്ങുന്നവരാണല്ലോ നിങ്ങൾ 3 പേരും. എനിക്ക് 3 പേരുടെയും ദർശനം സാധിച്ചതിൽ അതിയായ വിസ്മയമുണ്ട്. അത്രി മഹർഷിയുടെ ഈ ചോദ്യങ്ങൾക്ക് ത്രിമൂർത്തികൾ പുഞ്ചിരിയോടെ മറുപടി പറയുകയാണ്. അങ്ങയുടെ സങ്കല്പമനുസരിച്ചാണ് ഞങ്ങൾ 3 പേരും പ്രത്യക്ഷപ്പെട്ടത്. ജഗദീശ്വരനായ പരബ്രഹ്മത്തെയാണല്ലോ അങ്ങ് തപസ്സിലൂടെ ആരാധിച്ചത്. ഞങ്ങൾ 3 പേരും കൂടി ചേർന്നാലേ ആ ജഗദീശ്വര തത്വം പൂർണ്ണമായി തീരുകയുള്ളൂ. അതിനാൽ ഞങ്ങൾ ഓരോരുത്തരുടെയും അംശഭൂതരായി അങ്ങയ്ക്ക് ഓരോ പുത്രന്മാരുണ്ടാകും. അവർ അങ്ങയുടെ കീർത്തിയെ ലോകത്തിൽ വ്യാപിപ്പിക്കും. ഇങ്ങനെ വരം കൊടുത്ത് ത്രിമൂർത്തികൾ അന്തർധാനം ചെയ്തു. ബ്രഹ്മദേവന്റെ അംശമായിട്ട് ചന്ദ്രനും വിഷ്ണുദേവന്റെ അംശമായി ദത്താത്രേയനും ശിവന്റെ അംശമായി ദുർവാസാവും അത്രി മഹർഷിയുടെയും അനസൂയയുടെയും പുത്രന്മാരായി ജനിച്ചു. അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾക്ക് വ്യക്തമായി മനസ്സിലായി. ഈ അത്രിയും അനസൂയയും കർദമന്റെയും ദേവഹൂതിയുടെയും 2ാമത്തെ മകള്. അപ്പോൾ ആ പരമ്പര വ്യക്തമായി മനസ്സിലാക്കണം. നമ്മൾ ഭാഗവതം ചതുർത്ഥ സ്കന്ധവും അതിനുശേഷം ആ 5ാം സ്കന്ധമൊക്കെ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമുക്ക് ഈ പരമ്പരകളെ കുറിച്ചൊക്കെ അങ്ങോട്ട് മനസ്സിലാകില്ല. നമ്മളങ്ങ് വായിച്ചു വിടുകയാണ് ചെയ്യുന്നത്. എന്താണ് നമുക്ക് ഈ പരമ്പരകളുടെ ഒരു തുടർച്ച, അതിൻ്റെ വ്യക്തതയൊന്നും കിട്ടാതെ വരികയാണ് ചെയ്യുന്നത്. അതിൽ വലിയ പ്രാധാന്യമൊന്നും ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ
നമ്മൾ ആ ആദ്യം മുതലുള്ള സൃഷ്ടിയുടെ തുടക്കം മുതൽ ബ്രഹ്മദേവൻ തുടങ്ങിയോട്ടുള്ള സൃഷ്ടിയുടെ തുടക്കം മുതൽ നോക്കുമ്പോൾ നമുക്ക് ഈ മഹർഷീശ്വരന്മാരുടെ വംശപരമ്പരകളിൽ പെട്ടവരാണ് ഇന്നത്തെ ഈ മനുഷ്യരെല്ലാം എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ആർഷഭാരത സംസ്കാരം എന്ന് നമ്മുടെ ഭാരത സംസ്കൃതിയെ പറയുന്നത്. നാം ഓരോരുത്തരും ഓരോ ഋഷീശ്വരന്മാരുടെയും അവരുടെ പത്നിയുടെയും പരമ്പരയിൽപ്പെട്ടവരാണ്. അങ്ങനെയുള്ളവരെ ഈ ഭാരതഖണ്ഡത്തിലുള്ളൂ. അപ്പോൾ അതൊന്ന് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇത്രയും വിശദമായിട്ട് ഓരോ പരമ്പരയെക്കുറിച്ചും പറയുന്നത്. അപ്പോൾ നമ്മൾ 2 മക്കളെക്കുറിച്ചാണ് പറഞ്ഞത്, കർദമന്റെയും ദേവഹൂതിയുടെയും. 9 കന്യകമാരാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അവസാനത്തെ മകനായിരുന്നു കപില ഭഗവാൻ. അങ്കിരിസു മഹർഷിയുടെ പത്നിയായ ശ്രദ്ധയാണ് ഈ കർദമന്റെ 3ാമത്തെ മകൾ. അപ്പോൾ നമ്മൾ കല, അനസൂയ, ശ്രദ്ധ, ഇങ്ങനെ 3 മക്കളെ കുറിച്ചാണ് ഇപ്പം പറഞ്ഞത്. അത് അങ്കിരിസു മഹർഷിയുടെ പത്നിയാണ് ശ്രദ്ധ. സീനാവലി, കുഹുഹാര, അനുമതി എന്നിങ്ങനെയുള്ള 3 പുത്രിമാരെ അവർ പ്രസവിച്ചു. അങ്കിരിസു മഹർഷിക്ക് 2 പുത്രന്മാരും ഉണ്ടായി. സ്വരോജഷം എന്ന 2ാമത്തെ മന്വന്തരത്തിൽ അവർ ഉദധ്യൻ എന്നും ബൃഹസ്പതി എന്നുമുള്ള പേരിൽ പ്രസിദ്ധരായി തീർന്നു. 2ാമത്തെ മന്വന്തരത്തിൽ, സ്വരോജഷ മന്വന്തരത്തിൽ അങ്കിരിസു മഹർഷിയുടെയും ശ്രദ്ധയുടെയും മക്കൾ, ആൺകുട്ടികൾ വളരെ പ്രശസ്തന്മാരായി തീരുകയുണ്ടായി. അതിൽ ഉദധ്യൻ എന്നും ബൃഹസ്പതി എന്നും പേരുള്ള 2 മക്കൾ. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. 2ാമത്തെ മന്വന്തരത്തിൽ അവർ ഉദധ്യൻ എന്നും ബൃഹസ്പതി എന്നും പേരുള്ള വളരെ പ്രശസ്തരായി മാറി. പുലസ്ത്യ മഹർഷിക്ക് ഹവിർഫു എന്ന പത്നിയിൽ അഗസ്ത്യൻ ജനിച്ചു. പുലസ്ത്യ മഹർഷിക്ക് ഹവിർഫു എന്ന പത്നിയിൽ അഗസ്ത്യൻ ജനിച്ചു. അതായത് ഹവിർഫു എന്ന് പറയുന്ന മകൾ 4ാമത്തെ മകളാണ് കർദമന്റെ 4ാമത്തെ മകളാണ് ഹവിർഫു. 3ാമത്തേതായിരുന്നു ശ്രദ്ധ, 2ാമത്തേതായിരുന്നു അനസൂയ, ആദ്യത്തേതായിരുന്നു കല. അപ്പോൾ ഹവിർഫു എന്ന പെൺകുട്ടിയെ പുലസ്ത്യ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അതിൽ അഗസ്ത്യ മഹർഷി ജനിച്ചു. അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ ജഡരാഗ്നിയായിരുന്നു അഗസ്ത്യ മഹർഷി. മഹാ തപസ്വിയായ വിശ്രവസു മഹർഷിയും പുലസ്ത്യന്റെ പുത്രനാണ്. വിശ്രവസ് മഹർഷി ഈ പുലസ്ത്യ മഹർഷിയുടെ മകനാണ്. വിശ്രവസിന്റെ പുത്രനാണ് യക്ഷന്മാരുടെ അധിപനായ കുബേരൻ. വിശ്രവസ് എന്ന് പറയുന്ന മഹർഷിയുടെ മകനാണ് കുബേരൻ. ഇടവിടയാണ് കുബേരന്റെ അമ്മ. വിശ്രവസിന്റെ ഒരു ഭാര്യയാണ് ഇടവിട. ആ ഇടവിടയുടെ മകനാണ് കുബേരൻ എന്ന് പറയുന്ന ആ യക്ഷന്മാരുടെ രാജാവ്. ഈ വിശ്രവസിന്റെ മറ്റൊരു ഭാര്യയാണ് കൈകസി. കൈകസിയെക്കുറിച്ച് നമുക്കറിയാം. അതാരായിരുന്നു? രാവണന്റെ അമ്മ. അപ്പോൾ രാവണന്റെ അച്ഛൻ, രാവണൻ ഒരു അസുര വംശ രാജാവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അച്ഛന് വളരെ പ്രശസ്തനായ ദൈവികനായിട്ടുള്ള വിശ്രവസ് എന്ന് പറയുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയിൽ, അതായത് ഇടവിട എന്ന ബ്രാഹ്മണ ഭാര്യയിലുണ്ടായ മകനാണ് കുബേരൻ. എന്നാൽ അസുര പത്നിയിലുണ്ടായ ആയ കൈകസിയിലുണ്ടായ മകനാണ് രാവണനും കുംഭകർണനും വിഭീഷണനും ശൂർപ്പണഖയും എന്നൊക്കെയുള്ള ആ 3 പുത്രന്മാരും ഒരു പുത്രിയും. അപ്പോൾ ഒരേ ആളിൻ്റെ തന്നെ ഒരാൾ കുബേരൻ. അതാണ് കുബേരനാണ് ലോകത്തെ മുഴുവൻ സ്വത്തിൻ്റെയും അധിപതി. അങ്ങനെ കുബേരൻ്റെ സ്വർണ്ണ നിർമ്മിതമായ ലങ്കയാണ് കുബേരനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട്, സ്വന്തം ജ്യേഷ്ഠനെ ഓടിച്ചു വിട്ടിട്ട് ആരത് കൈക്കലാക്കി? രാവണൻ അത് കൈക്കലാക്കി. രാവണന്റെ ലങ്കയെന്ന് പറയുന്ന കുബേരൻ്റെതായിരുന്നു. കുബേരൻ രാവണന്റെ അച്ഛനായ വിശ്രവസിന്റെ മറ്റൊരു ഭാര്യയായ ഇടവിടയിലുണ്ടായ മകനാണ്. ഇനിയും അടുത്ത മകളാണ് ഗതി. അപ്പോൾ കർദമന്റെയും ദേവഹൂതിയുടെയും 5ാമത്തെ മകളെക്കുറിച്ചാണ് ഈ പറയുന്നത്, ഗതി എന്ന മകളെക്കുറിച്ച്. ആ
ഗതി എന്ന മകൾ പുലഹന്റെ ഭാര്യയായി മാറി. പുലസ്ത്യ മഹർഷിക്ക് ഹവിർഭൂ എന്ന മകളിലുണ്ടായ മകനാണ് അഗസ്ത്യൻ. ആ അഗസ്ത്യന്റെ മകനാണ് വിശ്രവസ്. വിശ്രവസിന്റെ മകനാണ് കുബേരൻ. വിശ്രവസിന്റെ മറ്റൊരു ഭാര്യയിലുണ്ടായ മകനായിരുന്നു രാവണൻ. ഇത്രയും ഭാഗം വ്യക്തമായല്ലോ. ഇനി ഈ കർദമന്റെയും ദേവഹൂതിയുടെയും മറ്റൊരു മകളായ ഗതിയുടെ ഭർത്താവായിരുന്നു പുലഹൻ എന്ന മഹർഷി. അവർക്ക് 3 പുത്രന്മാരെ അവർ പ്രസവിച്ചു. കർമ്മശ്രേഷ്ഠൻ, വരിയാംസൻ, സഹിഷ്ണു എന്നിവരാണ് 3 ആൺകുട്ടികൾ. അടുത്ത മകളാണ് ഗതിക്ക് ശേഷമുള്ള മകളാണ് ക്രിയ. ആ ക്രിയ എന്ന കന്യകയെ വിവാഹം കഴിച്ചത് ക്രതു എന്ന മഹർഷിയാണ്. ബ്രഹ്മ തേജസ് കൊണ്ട് ജ്വലിക്കുന്ന 60,000 ഋഷികളെ ഈ ക്രിയ എന്ന കർദമന്റെ മകൾ പ്രസവിച്ചു. അതിൻ്റെ ഭർത്താവ് ക്രതു മഹർഷിയായിരുന്നു. 60,000 ഋഷിവര്യന്മാരെയാണ് പ്രസവിച്ചത്. അവരെല്ലാം ഋഷികളായി മാറി. അവർ ബാലഖില്യന്മാർ എന്ന പേരിൽ ഈ ഋഷീശ്വരന്മാരെല്ലാം പ്രശസ്തരായി തീർന്നു. അപ്പോൾ ഈ കർദമന്റെയും ദേവഹൂതിയുടെയും 9 കന്യകമാരുടെ ചരിത്രമാണ് നമ്മൾ ഈ പറയുന്നത്. ഒരു മകൻ കപില വാസുദേവൻ. അപ്പോൾ ആ കർദമന്റെയും ദേവഹൂതിയുടെയും മക്കൾ എല്ലാവരും വളരെ വളരെ പ്രശസ്തരും ലോക നന്മയ്ക്കുള്ള മഹർഷീശ്വരന്മാരുമായിരുന്നു. ആ പരമ്പരകൾ അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക. വസിഷ്ഠ മഹർഷിക്ക് ഊർജ എന്ന പത്നിയിൽ ചിത്രകേതു, അതായത് അടുത്ത ഒരു മകളായ ഊർജയെ വസിഷ്ഠ മഹർഷിയാണ് വിവാഹം കഴിച്ചത്. ആ ഊർജയ്ക്ക് ചിത്രകേതു, സുരോചിസ്, വിരജൻ, മിത്രൻ, ഉൽബണൻ, വസുഭൃദ്യാനൻ, ദ്യുമാൻ എന്നിങ്ങനെ സപ്തർഷികളായിട്ടുള്ള മഹർഷിമാരുണ്ടായി മക്കളായിട്ട്. വസിഷ്ഠന് മറ്റൊരു പത്നിയിൽ ശക്തി മുതലായ പുത്രന്മാരും ജനിച്ചു. അഥർവാവിന്റെ പത്നിയാണ് ചിത്തി. ഈ 9 കന്യകമാരിൽ ഒരാളാണ് ചിത്തി. അത് അഥർവാവ് എന്ന മഹർഷിയാണ് വിവാഹം കഴിച്ചത്. ചിത്തിയുടെ പുത്രനാണ് വ്രതനിഷ്ഠയോടു കൂടിയ ദധീജി മഹർഷി. ഭൃഗു മഹർഷിക്ക് ഖ്യാതി എന്ന പത്നിയിൽ, ഖ്യാതിയും ഈ കർദമ പ്രജാപതിയുടെ മകളാണ്, ദേവഹൂതിയുടെയും മകളാണ്. ആ പത്നിയിൽ ധാതാവ്, വിധാതാവ് എന്നിങ്ങനെ 2 പുത്രന്മാരും ശ്രീദേവി എന്ന പുത്രിയും ഉണ്ടായി. ശ്രീദേവി വിഷ്ണു ഭഗവാനെ സർവാത്മന ആശ്രയിച്ചവളാണ്. മഹാമേരു, ആയതി, നിയതി എന്നീ പുത്രിമാരെ ധാതാവിനും വിധാതാവിനും വിവാഹം ചെയ്തു കൊടുത്തു. അവർക്ക് മൃഗണ്ഡനെന്നും പ്രാണനെന്നും 2 പുത്രന്മാരുണ്ടായി. അതിലെ മൃഗണ്ഡന്റെ പുത്രനാണ് മാർക്കണ്ഡേയൻ എന്ന കുട്ടി. പിന്നീട് അത് മഹർഷിയായി മാറിയത്, മാർക്കണ്ഡേയ ചരിതമൊക്കെ. പ്രാണന്റെ പുത്രനായി വേദശിരസ് എന്ന ഋഷി ജനിച്ചു. സർവജ്ഞനായ ശുക്രാചാര്യർ അസുരഗുരുവാണ്. അച്ഛനായ കവി മഹർഷി ഭൃഗു മഹർഷിയുടെ മറ്റൊരു പുത്രനായിരുന്നു. ഈ മഹർഷിമാർ അവരുടെ സൃഷ്ടി കൊണ്ട് ലോകത്തെ സമ്പുഷ്ടമാക്കി. കർദമപുത്രിമാരുടെ സന്താന പരമ്പരയെ കേട്ടാൽ തന്നെ പാപം നശിക്കും. അപ്പോൾ കർദമന്റെ 9 പുത്രിമാർക്ക് 9 മഹർഷീശ്വരന്മാരെ വിവാഹം ചെയ്തു കൊടുക്കാൻ നാരദ മഹർഷി പറഞ്ഞു. ആ 9 മഹർഷീശ്വരന്മാർക്കും ആ കന്യകമാർക്കും ഉണ്ടായ പരമ്പരകളെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം വിശദീകരിച്ചത്. അപ്പോൾ ഈ പരമ്പരയെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ പാപവിനാശനത്തിന് കാരണമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ വിവരണം വ്യക്തമായി മനസ്സിലാക്കുക. നമ്മുടെ ഭൂമി എന്നല്ല, ഈ പ്രപഞ്ചത്തിൽ തന്നെ ത്രിലോകങ്ങളിലും ഭൂമി സ്വർഗ പാതാളങ്ങളിലും ഈ പരമ്പരയാണ് പിന്നീട് ദേവന്മാരായും അസുരന്മാരായും മനുഷ്യരായും ഒക്കെ മാറിയത്, ത്രിലോകങ്ങളിലും വ്യാപിച്ചത്. അപ്പോൾ ഈ പരമ്പര ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഭാഗവതം വ്യക്തമായി 4ാമത്തെ സ്കന്ധം നമുക്ക് മനസ്സിലാക്കി പോകാം.
അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ വ്യക്തമായി മനസ്സിലാക്കുകയും ഇതെല്ലാം ഓർമ്മയിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം സദാ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവകർമ്മങ്ങളും ദേവിയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ.